ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചിട്ട് ഇയാളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? No. Welcome back to my new vlog. ഇന്ന് പുതിയ കുറെ ദിവസം മുമ്പ് മാമാന്റെ കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ വൃത്തിയാക്കിയത് അതുപോലെ ഒന്നും കൂടി ഇന്ന് വൃത്തിയാക്കണം കേട്ടോ. കല്യാണം ഇല്ല മാമാന്റെ കല്യാണം. ഇപ്പൊ എല്ലാരും വരണട്ടോ. അപ്പൊ കല്യാണമാണ്. അപ്പൊ ഞങ്ങളെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങള് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഇന്ന് റൂം വൃത്തിയാക്കാൻ പോകണം. അപ്പൊ ഓരോരോ റൂമായിട്ട് ഓരോ ദിവസമായിട്ടാണ് തുടങ്ങാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അല്ലേ ഐശുട്ടി? അപ്പൊ ഐശുട്ടിക്ക് ഇപ്പൊ സ്കൂളില്ലാത്തതുകൊണ്ട് എന്റെ മെയിൻ ഹെൽപ്പറാണ്. ഞങ്ങള് നന്നായി പണിയെടുത്തിട്ട് ഞങ്ങള് മാമാടേന്ന് പൈസ വാങ്ങിക്കും. ഓക്കെ. അപ്പൊ ഞങ്ങള് ക്ലീൻ ചെയ്യാൻ പോണം. അപ്പൊ ഞങ്ങൾ ആദ്യം ക്ലീൻ ചെയ്യാൻ പോണ റൂമിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മുടെ റൂമല്ല, ഈ റൂമാ, ഫ്രണ്ടിലത്തെ റൂം ആദ്യം ക്ലീൻ ആക്കാം. ആദ്യം ഞാൻ ആ റൂമിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചുതരാം, എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചുതരാം. ലൈക്ക് പിന്നെ എന്താ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതായത് അടിയിൽ കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ചാനൽ എന്ത് ചെയ്യണ്ടത് പറഞ്ഞു കൊടുക്കുക. വേഗം സമയമില്ല. സബ്സ്ക്രൈബ് ചെയ്യണം. പറയ് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ്. അത് ആ സാധനം ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ലെറ്റ്സ് ഗോ. എന്ത് റൂം? ഇവിടെ അയൺ ബോക്സിന്റെ അയൺ ചെയ്യണത് ഇവിടെ ആയതുകൊണ്ട് കുറേ ഡ്രസ്സ് അയൺ ചെയ്യാനും ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല റൂം. അതുകൊണ്ട് ആകെ സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വലിച്ചിട്ട് ഇവിടുത്തെ കട്ടിലൊക്കെ മാറ്റിട്ട്. അതൊരു പഴയ കട്ടിലാണ്, കുറച്ച് ഓർമ്മകളുള്ള കട്ടിലായതുകൊണ്ട് അത് അവിടെ തന്നെ ഇട്ടിക്കണം. ഒക്കെ നമ്മളിന്ന് പുറത്തോട്ട് എടുക്കും. പിന്നെ കുറേ എൻ്റെ സാമഗ്രികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടുന്ന് മാറ്റാൻ പോകുന്നു. കംപ്ലീറ്റ് നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഐഷുട്ടിയുടെ വ്ളോഗ് വേറെ അതിൻ്റെ അപ്പുറത്തുണ്ടാവും. നിങ്ങൾ കേൾക്കണം ഗൈസ്, നിങ്ങൾ കേട്ടേ പറ്റും. പിന്നെ ഷെൽഫിൻ്റെ മുകളിലൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഈ റൂം ഇന്ന് മുതൽ നമുക്ക് ഒരാൾക്ക് കിടക്കാൻ പാകത്തിലാക്കും ഞങ്ങൾ. അല്ലേ ഐഷുട്ടി? സ്റ്റാർട്ട് ചെയ്യാലേ? നല്ല ഐശ്വര്യ കേട്ടോ. ക്ലീനിങ് തുടങ്ങിയ പാടന്നെ കുട്ടി എണീറ്റു. അപ്പോൾ ഐശ്വര്യാണ് കുട്ടീനെ നോക്കണം. ഐശ്വര്യാണ് കുട്ടീനെ നോക്കണ ഡ്യൂട്ടി കേട്ടാ. അതൊക്കെ പാട്ടൊക്കെ പാടി കൊടുക്ക്. എന്താ കുപ്പായൊക്കെ പൊക്കിയിട്ട് കൊടുക്കണ്? ഇതാ കളിക്കണത്. ഐശ്വര്യ പാട്ട് പാടി കൊടുത്തേതല്ലോ പാട്ട്. കട്ടില ഞങ്ങൾ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടോ. ഇനി ആ റൂമിൻ്റെ സാധനങ്ങൾ മൊത്തത്തിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാന്നുള്ളതാണ് പ്ലാന്. ഇതെടുക്ക് ഇതുപിടി. ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നത് പോലത്തെ കുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടോ? കൈസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. അടച്ചോ ആടുകുട്ടി കണ്ടാവും. നീ അവിടെ വെക്ക്. കട്ടിൽ മാറിയപ്പോൾ തന്നെ പകുതി റൂം വൃത്തിയായിട്ടാ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ഇതാ ഈ ഒരു ടേബിളും പിന്നെ നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിലുള്ളത് ഷെൽഫിൻ്റെ മുകളിലുള്ളത് എല്ലാം നമ്മൾ പെറുക്കി പുറത്തിടാൻ പോകുന്നത്. കുറേ ജാമ്പവാലിൻ്റെ കാലത്തെ പെട്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോകട്ടാ. അതിൻ്റെ ഇടയിൽ എന്താ ഈ ഒരു സംഭവം കണ്ടു കിട്ടിയിട്ടാ. അത് ഇടയ്ക്കൊക്കെ ഞങ്ങളടുത്ത് കാണാറുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാടുമാടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ഏക തെളിവാണ് കേട്ടോ. അവരെ വെഡ്ഡിങ് ആൽബമാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കാറുണ്ട് കേട്ടോ. അതിലത്തെ ചില പോസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ കല്യാണക്കത്ത് കിട്ടി. അതായത് എൻ്റെ കല്യാണക്കത്ത് ഏകദേശം ഞങ്ങൾ ഈ ജനുവരി വന്നാൽ 8 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ 8 വർഷമായിട്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കണോണ്ട് ഇത് നശിച്ചു പോയില്ല. വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ഇത് കീറിക്കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചിട്ടാണ്. ഇതിൽ പണ്ടത്തെ കല്യാണത്തിൻ്റെ കുറേ ഇടിവെട്ട് പോസുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. കുറേ ഉണ്ട്, ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ ഇത് കണ്ടിരുന്ന നമ്മളെ പരിപാടി നടക്കൂലല്ലോ. കാരണം എൻ്റെ ഉമ്മയുടെ കഷ്ടം വെച്ചിട്ടുള്ള ഇരിപ്പൊക്കെ കണ്ട ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ വേറെ കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഇതെന്താ ഇവിടെ വല്ല കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടോ? അതൊക്കെ എടുത്തു നോക്ക്. ഇതെന്തിന്റെ കൂടിയാ? ഇത് കോൺഗ്രസ്സുകാരതാണത്. ജനഗണഗണല്ല കേസോട് കൂട്ട ആൾക്കാർ അങ്ങനെയൊക്കെ പാട്ടടിക്കണമെങ്കിൽ. അപ്പോൾ റൂം ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇത് ഷെൽഫ് കംപ്ലീറ്റ് അഴിക്കണം. മേലത്തെ സെക്ഷനൊക്കെ എടുത്തിട്ട് ഇനി കംപ്ലീറ്റ് നമ്മൾ മാറാല തട്ടിയെടുക്കാൻ പോവാണ്. ഇവനെയും നമ്മൾ പുറത്തേക്കിടും കേട്ടോ. ഇവനെയും പുറത്തോടും, എല്ലാം പുറത്തിടും. ഞാനൊഴികെ ബാക്കി ഇവിടുത്തെ എല്ലാ സാധനവും ഞാൻ പുറത്തോട്ടിടും. കറക്റ്റ് മാത്രം ഒന്ന് കയറ്റി വെക്കും.
ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാറാലത്തട്ടലാണ് കേട്ടോ, ഇൻക്ലൂഡിങ് ബാത്റൂം. ഇതിൻ്റെ ഒപ്പം നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ വെറുതെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. അപ്പോൾ മാറാലത്തട്ടൽ കഴിഞ്ഞാൽ ഈ നിലത്ത് കിടക്കുന്ന കച്ചറൊക്കെ അങ്ങ് പുറത്തോട്ടാക്കിയ പകുതി അവിടെ വൃത്തിയായിട്ടാണ്. പിന്നെ നമുക്ക് ജനൽ, അതുപോലെ തന്നെ ഫാന്, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു കുറുവാസംഘമായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്, മുഖമൊക്കെ മറിച്ചിട്ട്. അപ്പം ഞാനും ഉമ്മയും കൂടിയിട്ട് ഷോക്കേസും അതുപോലെ ഫാനും ജനലുകളും കംപ്ലീറ്റ് കൈകൊണ്ട് എല്ലാ ഭാഗത്ത് എത്തുന്ന എല്ലാ ഭാഗവും തുടച്ചിട്ടുണ്ട് കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടാണ്ടിരിക്കാനുള്ള എൻ്റെ പുതിയ ഐഡിയ എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ പാട്ട് വെച്ചാൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂട്ടാ. പക്ഷേ ഇത്തവണ പാട്ട് വെച്ചില്ല, കാരണം പാട്ട് വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടും. മാറാലത്തട്ടലും ഫാൻ വൃത്തിയാക്കലും ഷോക്കേസ് വൃത്തിയാക്കലും ഗ്ലാസ് വരെ തുടച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ട് വൃത്തിയാക്കാൻ പോകാൻ കേട്ടോ. താഴെ കംപ്ലീറ്റ് അടിച്ചു വാരി തുടച്ചതിന് ശേഷം പുതിയ കട്ടൽ കയറ്റാന്നുള്ള പരിപാടിയാണ്. ഇതിൻ്റെ ഇടയിലൊരു കാര്യമുണ്ട്, ഉച്ചക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, വായു വിഴുങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊരു തക്കാളി ചട്നി തട്ടിക്കൂട്ടി, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ചീര ഉണ്ടല്ലോ, ചീരയും മുട്ടയും കൂടെ ചിക്കിയിട്ട് അതൊരു ഉപ്പേരി ഉണ്ടാക്കി. അപ്പോൾ വേഗം സട്ടപ്പട്ടേന്ന് ചെയ്യണമല്ലോ, എന്നാലും നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. നമ്മളിത് കുക്കിങ്ങും ക്ലീനിങ്ങും കൂടി ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ ഏതൊരു ഒന്ന് സിമ്പിളാക്കണമല്ലോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മുകളിൽ കിടക്കുന്ന കട്ടലൊക്കെ താഴേക്ക് ഇറക്കി ബെഡൊക്കെ ഇട്ട് ഞങ്ങളൊക്കെ എല്ലാം റീസെറ്റ് ചെയ്ത് കംപ്ലീറ്റ് തുടച്ച് റൂമൊന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെക്കേണ്ട സാധനങ്ങളുണ്ട്, അതൊക്കെ വെക്കണം കേട്ടോ. ഈ ജാമ്പവാലിൻ്റെ പെട്ടിയുണ്ടല്ലോ, പണ്ട് എൻ്റെ ഒപ്പം ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന സാധനമാണ് അത്ര. ഇതൊന്നും അടയില്ല കേട്ടോ, എന്നാലും അത് കളയാണ്ട് വെച്ചിരിക്കണം. അത് കളഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒപ്പം എന്നെ പിടിച്ച് പുറത്തേക്കാക്കും. കണ്ട നമ്പർ ലോക്ക് ഉണ്ട് 666. പണ്ട് ആ സിനിമയിൽ പറഞ്ഞ പോലെ 009 എന്ന് പറഞ്ഞ പോലെ കുറേ നമ്പറുള്ള പെട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കളഞ്ഞില്ല, നന്നായിട്ട് തുടച്ചിട്ട് വീണ്ടും കബോർഡിൻ്റെ മുകളിൽ തന്നെ കയറ്റി. പിന്നെ നമ്മൾ ഷോക്കേസിൽ കുറേ സാധനങ്ങളൊന്നും വെക്കണില്ല, പക്ഷേ ഇതിൻ്റെ സാധനങ്ങൾ കുറച്ചൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ, കാരണം അതൊന്നും അവിടെ ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഏതോ ചാമ്പാലിന്റെ കാലത്ത് അടിച്ചു പഠിച്ചുള്ള സാധനം. അതൊക്കെ വല്ല ചൊറിയും വരും നിനക്ക്. അവിടെ കൊണ്ടിട്ട് അതൊക്കെ കളയാ, അതൊന്നും വേണ്ട. ഡൂണ്ടു കാട്ടുമേലല്ല, കാട്ടു സ്റ്റൈല്. അതൊന്നും ഇവിടെ ഇടല്ലേ. ഇതിലെന്താ ഇത്? എന്ത് വാച്ചാ? ഞാൻ ഓരോ സാധനങ്ങൾ പുറത്ത് കൊണ്ടുവച്ചേന്ന് ഐശുവിന് ഇഷ്ടപ്പെട്ട ഓരോ സാധനം എടുത്തിട്ട് വീണ്ടും അകത്തേക്ക് വരട്ടെ. അപ്പം ഞാൻ ചീത്ത പറഞ്ഞതിന് അവൾക്ക് ഹാല് പിടിച്ച്, അവൾക്ക് ദേഷ്യം പിടിച്ച് അവളതൊക്കെ അവിടെ ഇട്ട് എന്തൊക്കെയോ പിച്ചും പേരൊക്കെ പറഞ്ഞിട്ട് പോയി ഗൈസ്. കുറേ പഴയ ഉടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും കൊടുക്കാൻ തന്നെ അപ്പോൾ അതിനും സമ്മതിക്കണില്ല. ഇവളെയും കൊണ്ട് ഒതുക്കാൻ നിന്നാൽ ഇതുപോലെയാണ് അവസ്ഥ. അങ്ങനെ മിക്കത് സ്കൂളില്ലാത്തപ്പോഴാണ് ഞാൻ ഈ കലാപരിപാടിക്കൊക്കെ നിൽക്കുക. ഇനി ഞാൻ കുറച്ച് പഴയ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചിട്ട് ഇയാളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇതാണ് ഞാൻ. എന്താണ് ഒരു അസ്ഥിക്കൂടം പോലെ ഉണ്ട്. കുറച്ചോനെ, നിങ്ങൾ ഇതുപോലത്തെ പഴയ ഫോട്ടോക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഇതൊക്കെ രസമല്ലേ കാണുമ്പോ? ഈ ആൽബൊക്കെ ഇപ്പൊ ഇന്ന് റൂം വൃത്തിയാക്കിയപ്പോ കിട്ടിയാട്ടാ. എന്റെ കോലം കണ്ടിട്ട് തന്നെ ചിരി വരുന്നു. എന്റെ ഇക്കാടെ മോളുണ്ട്, മൂത്ത മോള്. അവള് ഏകദേശം എന്റെ ഫേസ് കട്ടാട്ടാ. പക്ഷെ എന്റെ രണ്ട് മക്കൾക്ക് എന്റെ അവിഞ്ഞ മുഖം കിട്ടിയിട്ടില്ല. അടുത്ത പോസ് കണ്ടാ നിങ്ങൾ ഞെട്ടും ഗൈസ്. എനിക്ക് കാണിക്കാനും തോന്നുന്നില്ല, എന്താ കാണിക്കാതിരിക്കാനും വയ്യ. എങ്ങാനും ഈ ആൽബൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഈ വ്ളോഗിലെങ്കിലും കാണാൻ. അടുത്ത പോസ്റ്റ് കാണാൻ നിങ്ങൾ ഓ മൈ ഗോഡ്, എന്താണ് നൃത്തം പോട്ടെ, എന്താണ് കോലം. തലയിൽ കൂടെ ഒക്കെ കണ്ട നെറ്റിയൊക്കെ നോക്കിയേ, എന്തോ ഒരു സ്പേസാണ്. പക്ഷേ എനിക്ക് വയ്യ. പണ്ട് എനിക്ക് ഫോട്ടോ എടുക്കുന്ന ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇപ്പോൾ ഗൾഫിലായതുകൊണ്ട് ഇങ്ങനെ എല്ലാ കൊല്ലത്തിലും നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയച്ചു കൊടുക്കും, ആൽബൊക്കെ ഉണ്ടാക്കിയിട്ട്. ആ ആൽബത്തിൽ പെട്ടതട്ട. പിന്നെ ഈ ഒരു ഉടുപ്പുണ്ടല്ലോ, അതിൻ്റെ ഭയങ്കര ഫേവറേറ്റുള്ള ഉടുപ്പായിരുന്നു. എവിടേക്ക് പോകുമ്പോഴും അതെടുത്തിട്ട് ഇട്ടാ, കഴുകുക ഉണക്കുക ഇട്ടുക, അതായിരുന്നു എൻ്റെ പോളിസി. ഈ ഫോട്ടോയിലൊക്കെ ശരിക്കും എൻ്റെ ഇക്കാൻ്റെ മോളെ പോലെ ഉണ്ട് എന്നെ കാണാൻ. അല്ല, ഇന്നെ പോലെ ഉണ്ട് അവളെ കാണാൻ. തിരുത്തി പറയും, മാറ്റി പറഞ്ഞു ഗൈസ്.
ഈ ഫോട്ടോയിലെ ഏറ്റവും ഹൈലൈറ്റ് എന്താ അറിയോ, ആ കാലി കിടക്കുന്ന ചെരുപ്പ് നോക്ക്. മൈ ഗോഡ്, കയ്യിൽ നോക്കിയേ, പാൻറ്റൊക്കെ നോക്ക്, പാൻറ്റിലൊക്കെ മേച്ചായ ചെരുപ്പ്, അലുവേ മത്തിക്കറി പോലെ ഉണ്ട്, നെക്ലേസും ജീൻസ് പാൻറ്റും. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. ഈ ആൽബത്തിലുള്ള ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും ഇന്ന് ഇല്ലാട്ടോ, എല്ലാവരും മരണപ്പെട്ടു പോയി. കുറേ ആൾക്കാരൊക്കെ ഒക്കെ ഭയങ്കര പഴക്കമുള്ള ഒരു ആൽബം. കണ്ട സ്റ്റൈൽ തന്നെ നോക്കിയാൽ പഴയ ഒരു ടൈപ്പും. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും ഫോട്ടോ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ റൂം ഫൈനൽ ലുക്കായിട്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട റൂം ഇപ്പോൾ കാണുന്ന റൂമും തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ. ഭയങ്കര ഭംഗിയുള്ള ബെഡ്ഷീറ്റും ഒന്നും ഇട്ടിട്ടില്ല, കാരണം ഈ റൂം യൂസ് ചെയ്യുന്ന റൂമല്ല. അപ്പോൾ ഇനി കല്യാണത്തോടനുബന്ധിച്ചിട്ട് നല്ല ബെഡ്ഷീറ്റും ഷീറ്റൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ തൽക്കാലം വെറുതെ ഇങ്ങനെ ബെഡ് തനിയെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സാധാരണ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയതാണ് കേട്ടോ. കംപ്ലീറ്റ് വൃത്തിയാക്കി, ഒരു പൊടി പോലും ഇല്ല. ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കിടക്കാം. അപ്പോൾ ഈ വീഡിയോ കാണാൻ എൻ്റെ കുടുംബക്കാരോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കാൻ പോലെ റൂം ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഷെൽഫിൻ്റെ മുകളിലൊക്കെ എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ച് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചുള്ള കേട്ടോ. പിന്നെ എൻ്റെ കുറേ ഓയിലുകളുണ്ടായിരുന്നു, അതൊക്കെ ഞാനിവിടെ വെച്ചു. കാരണം നമുക്ക് കൊറിയർ അയക്കുമ്പോൾ എടുക്കാൻ എളുപ്പത്തിന് അങ്ങനെ വെച്ചേക്കണം കേട്ടോ. ഹെയർ ഓയിൽ, സ്കിൻ വൈറ്റനിങ് ഓയിൽ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് സീഡിൻ്റെ ഓയിൽ എല്ലാം സ്റ്റോക്കിൽ കയറിയിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തു. പിന്നെ അധികം സാധനങ്ങളില്ല, വേണ്ടപ്പെട്ട കുറച്ച് പേപ്പർ സാധനങ്ങൾ വെച്ചു. ഈ റൂം നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി എടുക്കാമെന്നുള്ളതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് നടക്കണം. പോവില്ല കേട്ടോ, ഒരു കാര്യം കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, അതാണ് മെയിൻ. അപ്പോൾ ശരി, ബൈ.